ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5 കാര്യങ്ങളുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 4-5 സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോകും. അങ്ങനെ പോവാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റാൽ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ചെയ്യണം. ഏതാണ് ആ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് പറയണം? ദുആ പറയണം, ഒരു ദിക്ർ പറയണം. പലപ്പോഴും നമുക്കറിയാമെങ്കിലും നമ്മൾ പറയാറില്ല. എന്താ പറയേണ്ടത്? ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാതെ വായ കഴുകാതെ ബെഡ് കോഫി കുടിക്കാറുണ്ട്. ഈ ബെഡ് കോഫി അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം? എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? നമുക്കൊന്ന് നോക്കാം. വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും 6 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ നമ്മളിൽ പല ആളുകളും അലാറം വെക്കുന്നവരാണ്. ഈ അലാറം വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ആ ദിവസം തന്നെ ഭയങ്കര വിഷമത്തിലാകും. എന്താണ്? അലാറം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ മുഴുവനും ഹാസിലാക്കുകയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ മുഴുവനും അല്ലാഹു മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഒരു മനുഷ്യൻ രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് രണ്ടും നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഉറങ്ങുന്നവരാണ്. ചിലപ്പോൾ നൈറ്റ് ജോലിയുള്ള ആളുകളുണ്ടാകും. അവർ രാവിലെ കിടന്നുറങ്ങും. രാവിലെ സുബഹി കഴിഞ്ഞ് കിടന്നാൽ ചിലപ്പോൾ 10 മണിക്ക് 12 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. ഇത് ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിപ്പടയിൽ പറയുന്ന കാര്യങ്ങളല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനഃശാസ്ത്രപരമായി, അപ്പോൾ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രഭാതത്തിൽ അല്ലാഹു തആല എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് വെച്ചിട്ടുണ്ട്. അതായത് സുബഹിക്ക് ശേഷമുള്ള സമയത്ത് അല്ലാഹു തആല പ്രത്യേക ബറക്കത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ പ്രഭാതത്തിൽ സുബഹിക്ക് ശേഷം നിങ്ങൾ നടത്തണമെന്നാണ്. പ്രത്യേകിച്ച് ഒരു വീട് കയറി താമസം, അതുപോലുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഭാത സമയത്ത് തന്നെ വെക്കണമെന്നാണ്. ഇപ്പം നമ്മുടെ കല്യാണങ്ങളൊക്കെ ഉച്ചക്കാണ് വെക്കുക. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥ സമയം പറയുന്നത് ഫിഖിൻ്റെ കിതാബ് ഉൾപ്പെടെ മറ്റ് കിതാബുകളിലൊക്കെ കാണാം, ഒരു നിക്കാഹിൻ്റെ ഏറ്റവും നല്ല സമയം വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ശേഷമാണ് നിക്കാഹ് വെക്കാനൊക്കെ ഏറ്റവും നല്ല സമയം. പക്ഷെ ഇതൊക്കെ കോലം മാറി, കാലം മാറി. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കോ 2 മണിക്കോ 11:30 വെക്കുന്നു. എന്തുമാവട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളൊക്കെ കിടക്കുന്ന സമയത്ത് രാത്രി കിടക്കുമ്പോൾ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കണം. ഭൂരിഭാഗം ആളുകളും അലാറം കേട്ട ഉടനെ തന്നെ എഴുന്നേൽക്കാറില്ല. എഴുന്നേറ്റാൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടി കിടക്കാം എന്ന് വിചാരിച്ച് കിടക്കുന്നവരാണ്. ഈ പറയുന്ന നമ്മളെല്ലാവരും കേൾക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം ആളുകളും 4 മണിക്ക് അലാറം വെച്ചാൽ, ഇപ്പോൾ അലാറം വെക്കുമ്പോൾ തന്നെ സ്നോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാറം അടിക്കും, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാറം അടിക്കും. അപ്പോൾ ഇത് ഓണാക്കി വെച്ചാൽ നമുക്ക് ഇത് 4 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ 4:05 എഴുന്നേക്കാം, അല്ലെങ്കിൽ 4:10 എഴുന്നേക്കാം, അല്ലെങ്കിൽ 4:15 എഴുന്നേക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഓണാക്കി വെച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ അതൊരു മോശമായ ഗുണമാണ്. കാരണം രാവിലെ തന്നെ ഒരു കാര്യം നമ്മൾ പിന്തിപ്പിച്ച് വെക്കുകയാണ്. 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന നെയ്യത്തോടു കൂടി കിടന്നിട്ട് അലാറം അടിച്ച് നമ്മളത് ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നു, കുറച്ച് കഴിയട്ടെ. അതൊരു നല്ല തുടക്കമല്ല. ഒരു രാവിലെ പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ഒരു കാര്യം മാറ്റി വെച്ചിട്ടല്ല ഉണരേണ്ടത്.
അവരെന്ത് ചെയ്യുക? 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണമെന്നാണ്. 5 മണിക്കാണെങ്കിൽ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. ചിലപ്പോൾ ഉറങ്ങിപ്പോയേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ചില ആളുകൾ അലാറം അടിച്ച് അത് ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി കിടന്നേക്കാമെന്ന് പറഞ്ഞ് കിടന്നാൽ ആ സമയത്ത് ശൈത്താൻ ഒന്നുകൂടി നമുക്കൊരു സുഖം തരും ഉറങ്ങാൻ. പിന്നെ അതങ്ങനെ കിടന്ന് സുബഹി നിസ്കാരമൊക്കെ പോയി ഖളാ ആയി പോയിട്ടുള്ള ഒരു ഉറക്കമായിട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? 4 മണിക്ക് അലാറം വെച്ചാൽ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. 5 മണിക്കാണെങ്കിൽ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും ഖുർആനിലോ ഹദീസിലോ ഉള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ മനഃശാസ്ത്രപരമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ അലാറം അടിച്ചാൽ അത് കേട്ട് എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അലാറം ഓഫാക്കിയിട്ട് വീണ്ടും കിടക്കരുത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ജീവിതത്തിലെ ആ ദിവസത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തി തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് ഒരു തുടക്കം നല്ലതല്ല. പിന്നെ എണീറ്റാൽ ഉടനെ തന്നെ, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് എണീറ്റ് ഉടനെ തന്നെ നടക്കാൻ പാടില്ലെന്ന്. നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ നടന്നു പോകാൻ പാടില്ല. അതൊരു പക്ഷേ നമ്മുടെ ബാലൻസ് കിട്ടാതെ വീണ് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പലപ്പോഴായി നമ്മൾ കാണുന്നൊരു വാർത്തയാണ്. ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ എഴുന്നേറ്റിട്ട് 1 മിനിറ്റെങ്കിലും ആ ബെഡിൽ ഇങ്ങനെ കിടക്കണമെന്നാണ്. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് ആ ഉറക്കച്ചടവ് അങ്ങോട്ട് മാറ്റണമെന്നാണ്. പിന്നെയോ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണമെന്നാണ്. ബെഡിൽ തന്നെ, കട്ടിലിൽ തന്നെ ഒന്ന് ഇരിക്കണം. 1 മിനിറ്റോ 2 മിനിറ്റോ ഇരിക്കണമെന്നാണ്. കാരണം ആ ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയിട്ട് പല ചിന്തകൾ പല ഭാഗത്തേക്ക് പോയി എല്ലാം ഒന്ന് ഒരുങ്ങി വരണം. നമ്മുടെ തലച്ചോറ് അതിൻ്റെ ആ ഫങ്ഷനൊക്കെ ഒന്ന് ഒരുക്കി വരണം. നമ്മൾ അതൊന്നുമില്ലാതെ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേച്ച് ഓടിയ ബാത്റൂമിൽ വെച്ച് പല ആളുകൾക്കും ആ സമയത്ത് മരണം വരെ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പലും തടയലൊക്കെ ആയി മാറും. പലപ്പോഴും ബുദ്ധിമാന്യം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ഇതൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. ഇതൊക്കെ ഇന്നത്തെ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ബെഡിൽ തന്നെ 1 മിനിറ്റെങ്കിലും കിടക്കുക. പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് എഴുന്നേറ്റ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോവാതിരിക്കുക. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഉടൻ തന്നെ ബാത്റൂമിലേക്ക് ഓടരുതെന്ന്. ഇനി മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ ഓടണം, അതല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ എഴുന്നേറ്റ ഉടൻ തന്നെ, ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നൽകുന്ന സ്ഥലമാണ്. ഒരു പോസിറ്റീവായ എനർജി അവിടെ നിന്ന് കിട്ടൂല. അപ്പോൾ പോസിറ്റീവായ എനർജി കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടേ ബാത്റൂമിലേക്ക് പോകാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഡോക്ടർമാർ പറയുന്നത് ഒന്നുകിൽ നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറന്നിടുക എന്നാണ്. ജനലൊന്ന് തുറന്നിടുക, ഒന്ന് പുറത്തേക്കൊന്ന് നോക്കുക, എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി. അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡ് അതൊക്കെ ഒന്ന് നേരെയാക്കുക. പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക, അല്ലെങ്കിൽ തലേണയൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് ബാത്റൂമിൽ. അപ്പോൾ എഴുന്നേറ്റാൽ ഉടനെ പോസിറ്റീവ് എനർജി കിട്ടുന്ന പോസിറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് വേണം ബാത്റൂമിലേക്ക് പോവാൻ. ഇതൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല. അതൊന്നും ഇനി കമൻ്റായിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. പിന്നെ നാലാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എഴുന്നേറ്റ ഉടനെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. എഴുന്നേറ്റ ഉടനെ തന്നെ ഇതെന്താണ് ഈ അടുക്കളയിൽ ഇങ്ങനെ പാത്രം കിടക്കുന്നത് കണ്ടില്ലേ, രാവിലെ എഴുന്നേറ്റ മനുഷ്യൻ ഇതാണ് കാണുന്നത്. ചിലപ്പോൾ തലേന്ന് ഭാര്യയ്ക്ക് തലവേദനയായിട്ട് ഓള് പാത്രം കഴുകാൻ പറ്റാതെ കിടന്നുറങ്ങിയതാവാം. നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പാത്രം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു, അവിടെ വെച്ച് ഒച്ചപ്പാടും ബഹളം രാവിലെ. അപ്പം ചില ആളുകൾ പറയും സുബഹിക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തെങ്കിലും ഒരു സുബഹിക്ക് എന്തെങ്കിലും ഒരു കുറ്റം കുറവ് കണ്ട മിണ്ടാതിരിക്കണമെന്നാണ്. കാരണം നമ്മുടെ അന്നത്തെ ദിവസവും അത് പറയപ്പെടുന്നത് ആരാണോ അവരുടെ ജീവിതവും അന്നത്തെ ദിവസം ഒരു മോശത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എഴുന്നേറ്റ് ഉടനെ ഒന്ന് ബ്രഷ് നോക്കുമ്പോൾ ബ്രഷ് കാണുന്നില്ല, അപ്പം തന്നെ ഭാര്യയോട് ചൂടാകുന്നു, ഷൗട്ട് ചെയ്യുന്നു, ബ്രഷ് ഞാൻ ഇവിടെ വെച്ചല്ലേ, ബ്രഷ് എവിടെ? ഓള് അറിഞ്ഞിട്ട് പോലും ഇല്ല മൂപ്പരുടെ ബ്രഷ് അവിടെയാണെന്ന്. പിന്നെയോ ഒച്ചപ്പാടും ബഹളവും. ചിലപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും മോട്ടറിൽ വെള്ളം ഉണ്ടാവില്ല, പൈപ്പ് തുറക്കും വെള്ളമില്ല. പിന്നെ അവിടെ ഇരുന്ന് ഒച്ചപ്പാടും ബഹളം, ഇടി മോട്ടർ ഇടടി. ഓള് കിടന്ന് ഉറങ്ങുമായിരിക്കും, ഇവിടെ നമ്മൾ ഒച്ചപ്പാടും ബഹളം ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റേതായ എന്താണോ സംവിധാനം അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാതിരിക്കുക, കുറ്റങ്ങൾ പറയാതിരിക്കുക. അത് നമ്മുടെ ആ ഒരു ദിവസത്തെ ജീവിതവും ആ ഒരു ദിവസത്തെ ആ ഒരു ഒരു എനർജി അത് നശിക്കാൻ കാരണമാണ്. പിന്നെ നമ്മുടെ ഭാര്യയോടാണ് നമ്മൾ ചൂടാകുന്നത്, ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മക്കളോടാണ് ദേഷ്യപ്പെടുന്നത്. അവരുടെ അന്നത്തെ ദിവസവും വാപ്പ രാവിലെ തന്നെ കുറ്റം തുടങ്ങി, രാവിലെ തന്നെ ദേഷ്യപ്പെട്ടു. പിന്നെ ആ മക്കളുടെ പഠനത്തിലും ബാക്കിയുള്ള ജീവിതത്തിലും ആ ഒരു ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു 5ാമത്തെ കാര്യം കൂടിയുണ്ട്.
ഇപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ പല വീടുകളിലും ഒരുപക്ഷെ ഇത് ഉണ്ടാവാം. എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിലിരിക്കും. ബെഡ് കോഫി കൊണ്ടുപോവാ, അല്ലെങ്കിൽ ചായ കൊണ്ടുപോവാ. ഭാര്യ ചായ കൊണ്ടുവന്ന് കൊടുക്കും. ആ പല്ല് തേക്കാതെ ആ ഭർത്താവ് ചായ മോന്ത് കുടിക്കുകയാണ്. അല്ലെങ്കിൽ വായൊന്ന് വെറുതെ ജസ്റ്റ് കഴുകിയിട്ട് ഒന്ന് വെറുതെ കൊപ്പിളിച്ചിട്ട് ആ ചായ കുടിക്കുന്നു. എന്നാലേ പുള്ളിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അത് സത്യത്തിൽ എനർജി അല്ല, നമ്മുടെ ശരീരത്തെ കേടുവരുത്തുകയാണ്. ഒരിക്കലും എഴുന്നേറ്റ ഉടൻ തന്നെ വായ കഴുകാതെ പല്ല് തേക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന്. കാരണം നമ്മുടെ പല്ല്, നമ്മുടെ വായ എത്ര നമ്മൾ ബ്രഷിട്ട് ഉരച്ച് കഴുകിയാലും നമ്മുടെ വായിൽ ഒരുപാട് അണുക്കളുണ്ടാകും. ഒരുപാട് അണുക്കളുണ്ട്. അണുക്കളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ വായയിലുണ്ട് എന്നാണ്. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ വായ കഴുകാതെ അല്ലെങ്കിൽ വായൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കൊപ്പിളിച്ചിട്ട് വായൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് വെച്ച് കഴുകിയിട്ട് ഈ കോഫി ഇങ്ങനെ കുടിച്ചാലേ ഒരിക്കൽ റാഹത്താവൂ. അങ്ങനെ അതൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ഇതൊക്കെ ഈ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കണ്ടുപഠിക്കുന്നതാണ്. അങ്ങനെ അവിടെ പല രാജ്യത്തും പലതും ഉണ്ടാകും. അതൊന്നും നമ്മുടെ ഈ കാലത്ത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നതല്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ചായ കൊണ്ടുപോയി കൊടുക്കരുത് ഭാര്യ. അങ്ങനെ കൊടുത്തില്ലേ പിന്നെ അതിൻ്റെ പ്രശ്നമായേക്കാം. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ഇങ്ങനെയാണ് കാര്യം, വലിയ അസുഖങ്ങൾ ഉണ്ടാകും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറങ്ങി എഴുന്നേറ്റാൽ ആദ്യം ബ്രഷൊക്കെ ഒന്ന് ചെയ്തിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാനോ അതുപോലെ വെള്ളം കുടിക്കാനൊക്കെ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചായയും കോഫിയും തന്നെ രാവിലെ കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് എല്ലാ ഡോക്ടർമാരും പറയുന്നത് അത് പരമാവധി ഒഴിവാക്കാനാണ്. കാരണം തേയില, അതുപോലെ തന്നെ പഞ്ചസാര, അതൊക്കെ ശരീരത്തിന് കേടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ കുടിച്ചാലാണ് റാഹത്ത് ഉണ്ടാവുക. പക്ഷെ അത് കുടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കുടി അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എൻ്റെ കുട്ടികളോട് പറയാനുള്ള, കുട്ടികളെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ മക്കളല്ല, ഈ 10 വയസ്സ് 15 വയസ്സ് 20 വയസ്സൊക്കെ ഉള്ള കുട്ടികളുണ്ടാകുമല്ലോ. ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്ന, ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇനി അവർ കേൾക്കുന്നില്ല എങ്കിൽ ഈ കേൾക്കുന്ന ആളുകൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഒരിക്കലും നമ്മളിപ്പോൾ നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും കൂടെ എല്ലായിരിക്കാം കിടക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് മറ്റൊരു റൂമിലാവാം, അല്ലെങ്കിൽ ഹോളിലാവാം നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സോഫയിലോ അല്ലെങ്കിൽ നമ്മൾ ദിവാൻ കോട്ടിലോ അവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ റൂമിലേക്ക്, അതായത് ഉമ്മച്ചിയും വാപ്പച്ചിയും കിടക്കുന്ന റൂമിലേക്ക് ചിലപ്പോൾ കയറി ചെല്ലും. അവിടെയായിരിക്കും നമ്മുടെ ബ്രഷ് അല്ലെങ്കിൽ ബാഗ് ഉണ്ടാവുക. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ വാതിലിൽ ഒന്ന് മുട്ടിയിട്ട് വേണം അതായത് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന ഒരു സിഗ്നൽ കൊടുത്തിട്ട് വേണം നമ്മൾ റൂമിലേക്ക് കയറാൻ. അത് വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ റൂമെന്നല്ല, നമ്മളിൽ ആര് മറ്റുള്ളവരുടെ റൂമിലേക്ക് ചെല്ലുന്നോ ആ റൂമിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് വാതിൽ ഒന്ന് കൊട്ടണം. അതെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ, അല്ലെങ്കിൽ ഒന്ന് ചുമച്ച് ഞാൻ അങ്ങോട്ട് വരുവാണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ റൂമിലുള്ള ആളുകൾ ഏത് തരത്തിലായിരിക്കും, ഏത് സിറ്റുവേഷനിലായിരിക്കും എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അയാൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ, കിടക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഔറത്തൊക്കെ വെളിവായിട്ടുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒന്ന് സിഗ്നൽ കൊടുത്ത്, അതായത് ഒന്ന് വാതിലിൽ മുട്ടി, അതായത് ഞാൻ വരുവാണേ, അങ്ങോട്ട് കയറിക്കോട്ടെ, അങ്ങനെ ചോദിച്ച് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ കയറി ചെല്ലാവൂ. പ്രത്യേകിച്ച് കുട്ടികളായ ആളുകൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ റൂമിലേക്ക് കയറുമ്പോൾ ഒന്ന് വാതിലിൽ മുട്ടിയിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഉറങ്ങി എഴുന്നേറ്റാൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മനഃശാസ്ത്രജ്ഞന്മാരോ ഡോക്ടർമാർ പറയുന്നു, നമ്മൾ എഴുന്നേറ്റ് ബെഡിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടൻ തന്നെ ഒന്ന് വി ഷേപ്പ്, അതായത് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആക്കൂലേ, ഒരു നെളിയൽ എന്ന് പറയും, നെളിയൽ, ഒരു വി ഷേപ്പിലുള്ള ഒരു സ്ട്രെച്ച് ചെയ്യുക. അത് ശരീരത്തിന് നല്ലതാണെന്നാണ്. ഇതൊന്നും ഖുർആനിലില്ല, ഹദീസിലില്ല, അത് വീണ്ടും എടുത്തു പറയുകയാണ്. ഇതൊക്കെ ഇന്നത്തെ ഡോക്ടർമാർ പറഞ്ഞു തരുന്നു. അതായത് ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യൽ, ഒന്ന് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒന്ന് വി ഷേപ്പ് ആവൽ ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഉന്മേഷം കിട്ടാൻ കാരണമാണ്. അതൊന്നാമത്തെ കാര്യം, അത് ചെയ്യേണ്ടതാണ്. 2, ഇനി പറയുന്നത് സുന്നത്തായ കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ വലത് കൈ കുത്തി എഴുന്നേൽക്കട്ടെ. വലത് കൈ കുത്തി എഴുന്നേൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ കിടക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് വലത് കൈ നമ്മുടെ ഇടത് ഭാഗത്ത് കുത്തിയിട്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ. അങ്ങനെ എഴുന്നേറ്റ് കൊള്ളട്ടെ, അത് അവൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഹദീസിൽ കാണാം. അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് വലത് കൈയുടെ ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ മൂന്നാമതായി ചെയ്യേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ എന്ത് പറയണം? ദുആ പറയണം, ഒരു ദിക്ർ പറയണം. താഴെ നിങ്ങൾക്ക് കാണാം ആ ദിക്ർ. പലപ്പോഴും നമുക്കറിയാമെങ്കിലും നമ്മൾ പറയാറില്ല. എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് നമ്മൾ പറയണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ ഒരു ദിക്ർ നിങ്ങൾ പറയണേ. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. എത്രയോ ആളുകൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു. ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കുന്ന അവസ്ഥ, അതിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നർത്ഥം വരുന്ന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് പറയുന്ന ഈ ദിക്ർ മറന്നു പോവണ്ട. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് മൂന്നാമതായി ചെയ്യേണ്ടതാണ്. ഇനി നാലാമതായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നേരെ ബാത്റൂമിലേക്ക് പോയി നമ്മളെന്താ ബ്രഷ് വെച്ച് പല്ല് തേക്കും. ഈ പലപ്പോഴും പല ആളുകളും ബ്രഷ് എടുത്ത് വെറുതെ പൈപ്പ് തുറന്ന് ഒന്ന് കാണിക്കും, ഒന്ന് നനച്ചിട്ട് പേസ്റ്റ് വെച്ച് പല്ല് തേക്കും. അങ്ങനെ നനക്കുന്നതിന് മുമ്പ് ആ ബ്രഷ് നല്ല പോലെ ഒന്ന് കഴിയുമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകണമെന്നാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബ്രഷിൽ, നമ്മുടെ രാത്രി സമയത്ത് ബ്രഷിൽ ആരൊക്കെ വരും? പാറ്റ വന്നിരിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ പല്ലി വന്നിരിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ കൊതുക്, അതുപോലുള്ള പ്രാണികൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഈ പല്ലി എന്നൊക്കെ പറഞ്ഞാൽ വിഷമുള്ളതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് വിഷം പുറത്തേക്ക് തുപ്പുന്ന ജീവിയാണ് പല്ലിയും അതുപോലുള്ള മറ്റ് പ്രാണികളൊക്കെ. പലപ്പോഴും നമ്മൾ കാണുന്ന പല ജീവികളും പല നജസ്സുകളിലൊക്കെ പോയി ഇരിക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ ബ്രഷിലിരിക്കുന്നു. നമ്മളെന്തേ ഒന്ന് നനച്ചതൊന്ന് കുതിർത്തിയിട്ട് ബ്രഷ് നമ്മൾ പല്ല് തേക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ ഒന്ന് ബ്രഷ് കഴുകിയിട്ട് വേണം നമ്മൾ പേസ്റ്റ് വെച്ച് പല്ല് തേക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അഞ്ചാമതായി പറയുന്നു, വെറും വയറ്റിൽ വെള്ളം കുടിക്കലും നല്ലതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ പറഞ്ഞു, എന്ത്? വെറും വയറ്റിൽ പല്ല് തേക്കാതെ ചായ കുടിക്കുന്നൊരു സ്വഭാവം, അത് കൊള്ളില്ല. ഇവിടെ പറയുന്നത്, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് പല്ലൊക്കെ എല്ലാം തേച്ച് ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്സെങ്കിലും പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടാറിയ വെള്ളമായിട്ട് കുടിക്കൽ നല്ലതാണെന്നാണ്. നമ്മുടെ ശരീരത്തിന് ഉന്മേഷം, നമ്മുടെ കരളിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വൃക്കയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും സുഗമമായി അതൊക്കെ നടക്കാൻ അത് ഉപകാരപ്പെടുമെന്നാണ്. ഇതൊക്കെ ഡോക്ടർമാർ എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന രോഗികളോട് ഡോക്ടർമാർ പറയുന്ന ഒരു ചികിത്സാ രീതി തന്നെ, നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ പല്ലൊക്കെ തേച്ചിട്ട് ഒരു കഷ്ടപ്പെട്ട ആ സമയത്ത് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കഷ്ടപ്പാടാണ്. ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കണമെന്നാണ്. നമ്മുടെ നല്ല ശോധനയ്ക്ക്, അത് രാവിലെ നല്ല ശോധന കിട്ടാൻ അത് ഉപകാരപ്പെടുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല, നമ്മുടെ ആന്തരികമായ അവയവങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കാൻ എന്താണ് ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കേട്ടിട്ട് പല ആളുകളും ചിന്തിക്കുമോ, ഇത്രയേ ഉള്ളൂ അല്ലേ, അപ്പോൾ സുബഹി നിസ്കരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല, സുബഹി നിസ്കാരം നിർബന്ധമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പടച്ചോൻ പിടിച്ച് ശിക്ഷിക്കുകയൊന്നുമില്ല. പക്ഷെ സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. അത് ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, അത് നിർബന്ധമാണ്, നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. ചെയ്തില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷയുണ്ടാകും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കുകയൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഭൗതികമായ ലോകത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു നന്മ കിട്ടാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സുബഹി നിസ്കാരം അതുപോലെ അത് കഴിഞ്ഞുള്ള ഖുർആനോത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അത് മറ്റൊരു തലമാണ്, അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ട, അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇത് നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്ത് നമ്മുടെ എല്ലാ വീഡിയോകൾക്ക് താഴെയും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറയുന്നുണ്ടോ, രോഗങ്ങളുടെ കാര്യം പറയുന്നുണ്ടോ, അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും മനസ്സുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള മാരകമായ അസുഖങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.